ആ കാണാതായപ്പോ ഞാൻ കരുതി നീ പതിവുകളൊക്കെ തെറ്റിച്ചു. സാരമില്ല, നീ പോയാലും അമ്മ ഇവിടെ ഉള്ളപ്പോ എന്റെ പതിവുകളൊന്നും തെറ്റില്ല. എന്തു പറ്റി എന്റെ കേളമ്പാറ്റയ്ക്ക്? എന്നെ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന് അഭിമാനിക്കുന്നുണ്ടാവും അല്ലേ പ്രവേട്ട? ആ ഇല്ല, അതില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ വീട്ടിൽ ഒരാളോടൊപ്പമായിരിക്കുമെന്ന് കുറെ ദിവാസ്വപ്നം കണ്ടു. അത് വിട്ടിത്തുപോയല്ലേ പ്രവേട്ട? ഓരോ തവണ മിണ്ടിയും പിണങ്ങിയും കഴിയുമ്പോഴും എന്റെ മനസ്സറിയുന്ന ഒരാളാണല്ലോ ഇവിടെ ഉള്ളതെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അത് തെറ്റി. രാധേ, ഒരൊറ്റ തവണ പോലും നീ എന്നോട് അങ്ങനെയൊന്നും. പറഞ്ഞു ഒരുപാട് തവണ, പക്ഷെ അതിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് കേട്ടിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിട്ടിയായി. വീട്ടുകാര്യത്തിലായാലും നാട്ടുകാര്യത്തിലായാലും പ്രഭേട്ടൻ അവനോടെ തന്നെ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനാവില്ല ഒരിക്കലും. അവസാനം ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് താൻ സമ്മതിച്ചു അല്ലേ? സന്തോഷം. കണ്ടേ, ആകാശം കൊടുക്കും. മാഷേ, ആ പൈസയും മേടിച്ചു. എന്റെ പണം കൈകൊണ്ട് തൊട്ടാൽ അശുദ്ധമായി എന്ന തോന്നല് വേണ്ടാഞ്ഞിട്ടാവും. ചണ്ടേ, മാഷയുടെ കൊടുക്കും. മാഷേ, ഇനി എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാലങ്ങളായിട്ട് ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അഴിമതി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാശുണ്ടാക്കാൻ പല നക്കിത്തുരവും കാണിച്ചു. ഓരോ തവണയും ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പലതും ചെയ്തു. പക്ഷേ ഈ പ്രഭാകരൻ, ഈ കറകളഞ്ഞ ഗാന്ധിയൻ എന്നെ ശരിക്കും തോൽപ്പിച്ചു. അതേ പ്രഭാകര, കയ്യിലുള്ള ഒരു തുണ്ട് ഭൂമി പോലും മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തിട്ട് തെരുവിലേക്ക് ഇറങ്ങിപ്പോയാലുള്ള ഈ മനസ്സിന്റെ വലിപ്പം ഞാനിപ്പോഴറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു, ഇനി തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിനെ പ്രഭാകരൻ നയിക്കും. ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രഭാകരനെ സപ്പോർട്ട് ചെയ്യും. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ പ്രഭാകരനായിരിക്കും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. വേണ്ട അവറാച്ച, അവറാച്ചന്റെ മാറിയ മനസ്സുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആയിക്കോട്ടെ, എന്നാൽ നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ആ ഗ്യാപ്പിൽ എന്നോടും ക്ഷമിച്ചു എന്ന് പറയണം. ചിരിച്ചു ചിരിച്ചു, അപ്പൊ ക്ഷമിച്ചു എന്ന് ഉറപ്പായി. അതെ അതെ, എന്നാ നമുക്ക് അങ്ങോട്ട് ഒപ്പിട്ടാലോ? അമ്മയും രാധയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. മാഷ് അവരെ കൂടി സ്വർണ്ണക്കടയിലേക്ക് പൊക്കോളൂ, ഞാൻ എത്തിക്കോളാം. പ്രഭാകരനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാം. വരും. ശരി മാഷ. ഇതെടുത്തേ. ഇത് നന്നായിട്ടില്ലേ? ആഹാ, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കാശ് കൊടുത്താ ഇറങ്ങാം. കൊടുക്കായിരുന്നില്ലേ മാഷേ? നീ വന്നിട്ടാണെന്ന് കരുതി. ഓ, ബില്ല് എഴുതി. ശരി സാർ, കൊടുത്തിട്ട് വരാം. സാർ. ഓ, സാറവിടെ ഇരുന്നോളൂ, ചെക്ക് ചെയ്ത് വരാൻ അല്പം സമയമെടുക്കും. ഓ, ആരാ? ആ സോഫയിലിരിക്കുന്ന ആളാ. ആ പേപ്പർ വായിക്കുന്നത്? അത് തന്നെ. ഓക്കെ. എഴുന്നേക്കണം.
എഴുന്നേക്കാൻ സ്വർണവും കൊണ്ട് കടന്നു കളയാമെന്ന് കരുതി അല്ലടാ. അയ്യോ സാറേ എന്താ കാര്യം? ആരെനിക്കതല്ലേ അതോ മോന്റെ കൂടെ നിങ്ങൾക്ക് വഴിയാണോ? നടക്കാം. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാ, അങ്ങനെ വരട്ടൊന്നും വേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പറയും. അത് ശരി, കള്ളനോട്ട് കൊടുത്ത് സ്വർണം വാങ്ങിയെന്നും പറയാം, വർത്തമാനം പറയുന്നു. കള്ളനോട്ടോ? ഇത് എവിടെ നിന്ന് വന്നു നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നടക്കാം. തൂക്കിയെടുത്ത് വണ്ടിയിലുള്ളൂ. രൂപയുടെ കള്ളനോട്ടുകളുമായി നഗരത്തിലെ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രഭാകരൻ സമീപകാലത്ത് കായൽ നികത്താനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ കഴുത്തറ്റ മണ്ണിലിറങ്ങി നിന്ന് നിരാഹാര സമരം നടത്തി വിജയിപ്പിച്ചിരുന്നു. കണ്ടില്ലേ, ആന പിണ്ടിയിരുന്നത് കണ്ടിട്ട് മുയല് മുക്കിയതിന്റെ ഫല. പറയാൻ പറ്റില്ല, ചില പാവം തന്നെ കള്ളനോട്ട് കൊടുത്തതാണെങ്കിലോ. ശരിയാ, ഈ സമരവും രാഷ്ട്രീയവും ഒക്കെ കള്ളത്തരത്തിന് നല്ല മുറയല്ലേ. പ്രഭേട്ടനെ അവരാൻ ചതിച്ചത് രഞ്ജിനി, എനിക്കറിയാം. അത് കോടതിക്കും ബോധ്യാവും, ഉറപ്പ്. ഇത് വെച്ചേക്ക്. കുറച്ച് സ്വർണ്ണ നിന്റെ പ്രഭേട്ടം വിചാരിച്ച പോലെ ആയില്ലെങ്കിലും അത്ര മോശമാവാൻ പാടില്ല നാളത്തെ നിന്റെ കല്യാണം. വേണ്ട, ഇനി അങ്ങനെ ഒരു ചടങ്ങുണ്ടാവില്ല. വേണം രാധേ. ചില കാര്യങ്ങൾ ഒരു തവണ മുടങ്ങിയ പിന്നെ ഒരിക്കലും അത് സംഭവിക്കില്ല. പക്ഷെ മോളെ, ഇല്ല, ആരും അറിയില്ല. ഇങ്ങനൊരവസ്ഥയില് നാളെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ സുരേഷ് തയ്യാറായില്ലേ? ആ നല്ല മനസ്സിന് മുമ്പില് ഇതൊന്നും ഒന്നുമല്ല. രാധയ്ക്ക് നല്ലതേ വരൂ.